കോഴിക്കോട് നാദാപുരത്ത് വിദ്യാർത്ഥികളുടെ അപകടകരമായ യാത്രയിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വന്നു. കാർ ഓടിച്ച ആയഞ്ചേരി സ്വദേശി മുഹമ്മദ് മാസിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. വാഹന ഉടമയ്ക്കെതിരെയും നടപടി വന്നേക്കും. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സമീർ, വിശദാംശങ്ങൾ പറയൂ. SKN വ്യാഴാഴ്ചയാണ് അതിസാഹസികമായിട്ടുള്ള ഈ യാത്ര ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള യുവാക്കളും ഉൾപ്പെടുന്ന സംഘമായിരുന്നു ഈ യാത്ര നടത്തിയത്. വളയത്ത് വെച്ചുകൊണ്ടാണ് ചാറ്റൽ മഴയുണ്ട്, അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ, നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുമുണ്ട്. ആ വേളയിലാണ് ഉച്ചത്തിൽ പാട്ട് വെച്ചുകൊണ്ട് അമിത വേഗതയിൽ യാത്ര ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ പിൻഡോറുകളിൽ ഇരുന്നു കൊണ്ടായിരുന്നു യാത്ര. ആ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പിന്നിൽ വന്ന യാത്രക്കാർ പകർത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ RTOയോട് അതിന്റെ വിശദാംശങ്ങൾ തേടിയിരുന്നു. ആ വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. വാഹനം ഓടിച്ച മുഹമ്മദ് മാസിൻ എന്ന 19-കാരനോട് ചൊവ്വാഴ്ച ചേവായൂരിലെ RTO ഓഫീസിലെത്തിക്കൊണ്ട് മൊഴി നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങും എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യുവാവിന്റെ പിതാവിന്റെ പേരുള്ളതാണ് വാഹനം. ആ ഉടമയായിട്ടുള്ള ഹനീഫയ്ക്കെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം നടന്നിരുന്നു. പോലീസ് ഈ യുവാക്കളെല്ലാം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു എത്തുകയും നല്ലോണം പോലീസിൽ എത്തിച്ചുകൊണ്ട് അവരെ താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവർക്കെതിരെയാണ് ആദ്യത്തെ നടപടി. തുടർന്ന് മറ്റ് സാഹസിക യാത്രയുടെ ഭാഗമായവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്.